KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്ന ഏകദിന ഉല്ലാസയാത്രയ്ക്കാണ് നാം വയനാടേക്ക് വന്നിരിക്കുന്നത്. രാവിലെ എത്തിയ നാം വയനാടുള്ള മറ്റ് കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇപ്പോൾ ഹണി മ്യൂസിയം കാണാനായി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നാം തേനീച്ചകളെ പറ്റിയും അവരുടെ ജീവിതത്തെ പറ്റിയുമാണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഷാജി മുന്നിലാണ്. ഇവിടെ വയനാട്ടിലുണ്ട്. ഇവിടെ നമ്മൾ തേനിൻ്റെ പ്രോസസ്സ് എന്ന് പരിചയപ്പെടും. ഇതിനാണ് തേൻ പ്രോസസ്സ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണെന്നൊക്കെ പറയാം. ശേഷം മ്യൂസിയം എടുക്കാറ് തേനീച്ചയുടെ ജീവിതശൈലിയിൽ പരിചയപ്പെടുന്നത്. അതിനുശേഷം നമുക്ക് എത്തോളം തേന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് ഹണി കഴിക്കുന്നത്. ഒക്കെ റോ ഹണി എന്ന് പറഞ്ഞാൽ ഹണിയിൽ വേസ്റ്റ് ഉണ്ടാവും, അതുപോലെ വാക്സ് ഉണ്ട്, വെള്ളം. ഇതൊക്കെ ഈ ഡബിൾ ബോയിലൂടെ വേക്കൻ ചെയ്യാൻ ചെയ്യുന്നത്. ഡബിൾ ബോയിൽ പറയാൻ കാരണം ചില ആളുകൾ ഡയറക്റ്റ് തേൻ ചൂടാക്കുന്നവരൊക്കെ ഉണ്ട്. അത് ചൂടാക്കാൻ പാടില്ല, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു ഡിഗ്രി തേൻ ചൂടായ തേനിലെ എല്ലാ ഔഷധങ്ങളും നഷ്ടപ്പെട്ടു. തേനിലെ എൻസൈമുകൾ നഷ്ടപ്പെട്ട് തേൻ പോയിസൺ ആകാൻ സാധ്യതയുണ്ട്. അത് ചൂടാക്കാൻ പാടില്ല. നമ്മൾ മാക്സിമം 40-42 ഡിഗ്രിയാണ് ചൂടാക്കുന്നത്. അതായത് ഇത് 2 ലെയറുള്ള ടാങ്കാണ്. ഇതിന് ഔട്ടർ ലെയർ വരുന്നുണ്ട്, ഇന്നർ ലെയർ വരുന്നുണ്ട്. ഈ ഔട്ടർ ലെയർ ഫുള്ള് വെള്ളമാണ്, വാട്ടർ ജാക്കറ്റാണ്. വെള്ളത്തിൽ നമ്മൾ ചൂടാക്കും, വെള്ളത്തിന്റെ ചൂട് കൊണ്ടാണ് ഇന്നർ ലെയർ ചൂടാക്കും. അങ്ങനെ അപ്പൊ ചൂട് തേനെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയിട്ട് ഹണിയൊക്കെ ലൂസ് ആവും. ഹണിയുടെ വേസ്റ്റ് ബാക്കിലൂടെ പതയൊക്കെ വെള്ളത്തിന് കൊണ്ടുപോകും. അപ്പൊ ഇത് മാനുവലായിട്ട്, കാരണം അവർക്ക് ഡിസ്പോസിബിളൊക്കെ നേരെ വേസ്റ്റ് കളിയില്ല, അതൊരു വാക്സ് ഇത് മാനുവലായിട്ട് പൊടി കളയുന്നത്. അതിനുശേഷം അടുത്ത ചേമ്പിലോട്ട് മാറ്റുമ്പോൾ നല്ലൊരു മൈക്രോ ഫിൽറ്റർ വരും. ആ ഫിൽറ്ററിലൂടെ കടത്തി വെക്കുന്ന സെക്കൻഡ് ചേമ്പിലോട്ട് ഹണിയൊക്കെ. അപ്പൊ മൈക്രോ വേസ്റ്റ് ആ ഫിൽറ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് സെക്കൻഡ് ചേമ്പിൽ പ്യൂർ തേൻ നമ്മൾ കളക്ട് ചെയ്യണം. കാരണം ഫുഡ് ആൻഡ് സേഫ്റ്റി റൂൾ അനുസരിച്ച് ഇന്ത്യയിൽ നമ്മൾ തേൻ വിൽക്കണമെങ്കിൽ 20% താഴെ വാട്ടറിന്റെ ആഡ് ചെയ്യും. നമുക്ക് കിട്ടുന്ന തേനിൽ 24-25% ജലാംശം ഉണ്ടാവും. വാട്ടർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഇഞ്ചക്ഷനോമിന്റെ സാധ്യതയുള്ള ഡോസിൽ പമ്പ് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് വർക്കിംഗ് ടെമ്പറേച്ചർ ഈ വാക്യൂം ചേമ്പറിലോട്ട് ഡംപ് ചെയ്യുക. ഈ ചേമ്പർ ഫുൾ പ്രഷറാണ്. ഹൈ പ്രഷറിലൂടെ ഹണിയൊക്കെ ഡെപ്പോസിറ്റ് ആകുന്ന സമയത്ത് ഹണിയിലെ വാട്ടർ കണ്ടന്റുകളൊക്കെ ബബിൾസ് രൂപത്തിൽ കൊടുക്കും. ആ ബബിൾസിലെ മാത്രം ഹൈ പ്രഷർ വാക്യൂം സക്ക് ചെയ്തിട്ട് അത് സെക്കൻഡ് പോയിന്റ് നീരാവി ചെയ്യുന്നത്. നാലാമത്തെ ചെറിയ ചേമ്പറുകൾ നോക്കുമ്പോൾ തേനിലെ ജലാംശം ഇതുപോലെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഈ മിഷനറിയുടെ മാക്സിമം പ്രോസസ്സിംഗ് കപ്പാസിറ്റി 300 കിലോ ആയി. 300 കിലോ നമ്മൾ പ്രോസസ്സിംഗ് ആണെങ്കിൽ ഇതിന്റെ 12 ലിറ്റേഴ്സ് ഒരു ആണികൾ വരുന്നില്ല. കാരണം നമ്മൾ കുറച്ച് ആളുകൾ സ്മെല്ല് ചെയ്യാൻ, അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് സ്മെല്ല് ആണികൾ സ്മെല്ലോ ടേസ്റ്റ് ചാർത്തും ചെറിയൊരു കുളിപ്പായ ടേസ്റ്റ് അത്രയാണ്. തേനിൽ നിന്ന് ഈ ജലാംശം നമ്മൾ എത്രത്തോളം കൊണ്ടെത്തിരിക്കുന്നോ അത്രത്തോളം തേന്റെ ലൈഫ് ഉണ്ട്. അതായത് പ്രോസസ്സ് കാരണം നമുക്ക് ലൈഫ് ലോങ് ആണ്. എത്ര വർഷം വേണ്ടിയിട്ട് കേടുകൂടാതെ സൂക്ഷിക്കുക. അത് മിസ്യൂസ് ചെയ്താൽ മാത്രമേ തേൻ ചീത്തയാവും. എങ്ങനെയാണ് മിസ്യൂസ്? ഇപ്പൊ കഴിച്ച സ്പൂൺ കഴിക്കുന്നവരുണ്ട്, വെള്ളം സ്പൂൺ കഴിക്കുന്നവരുണ്ട്, വിരലിട്ട് കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കയ്യിലെ വേർപ്പാടിൽ തേൻ നടക്കണം. കയ്യിൽ കുറെ നേരം ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ വീണ്ടും പാലിൽ ജലാംശം തേൻ വലിച്ചിട്ട് ആ തേനിൽ ഈസ്റ്റ് വന്ന് കുടിച്ചെടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് കാണാം 1000 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇത്രയും തിക്കായിരിക്കും. റോ ഹണിയോ വാട്ടറിലോ ഇത്രത്തോളം ഉണ്ടാവും. പിന്നെ എന്തിനാണ് ഈ പ്രോസസ് നമ്മൾ ചെയ്യുന്നത്? ഫ്രണ്ട്സിലാണ് ഇതാക്കുന്നത്. 21% തേനകത്ത് ഈ വാട്ടറിൽ കൂടി കൊടുക്കും. ഈ വേസ്റ്റ് വാക്സിൻ ആ തേനില് ഈസ്റ്റ് വന്ന് കുടിച്ചെടുക്കും. ചില ആളുകളുടെ ബോട്ടിൽ നമ്മൾ തുറക്കുമ്പോൾ ഏറെ കളറാണ്. പെപ്സിലൊക്കെ ബോട്ടിൽ നോക്കുന്ന സൗണ്ട് ഉണ്ടാവും. ചില ആളുകൾ വിചാരിക്കാറുണ്ട് ഏറെ കളറിൽ. അതാണ് നാശായ തേൻ ലക്ഷണം. വലിയ തോതിൽ പതയുന്നൊരു തുറക്കുന്ന സമയം കേറുന്നുണ്ടാവും. ആ തേനിൽ നമ്മൾ കഴിക്കാൻ പാടില്ല, ചെറിയ പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ല. അതിന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വന്നിട്ട് ബോഡിയിലാണ് ത്രിദോഷ, വാദം, പിത്തണ്ടാവും. അതിന് ഇംബാലൻസ് കിട്ടി പോകാനില്ല. എന്നിട്ട് വേറെ പല രോഗങ്ങൾ കണ്ടുകൊണ്ടാണ്. നോർമലി ഈ ബാലൻസുകൾ തെറ്റാതിരിക്കാനാണ് ഹണി കഴിക്കുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് പ്രോസസ് ചെയ്താണ് സ്റ്റോർ ചെയ്യുന്നത് പറയാറുണ്ടാണ്. ഇതിലേക്കായിട്ട് അതിന് ലൈഫ് ടൈം ഉണ്ട്. ഇപ്പൊ വേസ്റ്റ് വാക്സിൻ അനുസരിച്ച് 5, 6, 7 മാസം ഫെർമെന്റേഷൻ നടക്കും. പക്ഷെ പ്രോസസ് ചെയ്താൽ മിസ്യൂസ് ചെയ്താലേ നാശമാണ്. ഇല്ലെങ്കിൽ എത്ര വർഷം വേണ്ടി സൂക്ഷിക്കാം. നല്ല സ്പൂൺ ഉപയോഗിക്കാതെ ഉപയോഗിച്ച സ്പൂൺ വീണ്ടും ഉപയോഗിക്കാതെ അല്ല ഡ്രൈ സ്പൂൺ ഉപയോഗിക്കാൻ. ഇത് ഇന്ത്യയിൽ തേൻ എടുത്ത് വെക്കുന്ന സ്വഭാവകര തേനീച്ചകളാണ്. അതായത് 5 ടൈപ്പാണ്. ഒന്നാമത്തത് എപ്പിസെവന ഇന്ത്യക്കാന്ന് പറഞ്ഞാൽ പാറപ്പൊത്തിൽ മരത്തിനെ കൊണ്ടിരിക്കുന്ന പോലെ ലെയറായിട്ട് കൂടെ വെക്കുന്ന തേനീച്ച. നാടൻ ഭാഷയിൽ നമ്മൾ ഞൊടിയിൽ ഈച്ച, കരി ഞൊടിയിൽ നിന്നൊക്കെ വിളിക്കുന്ന ബീസ്. രണ്ടാമത് മെല്ലിഫ്രാന്റെ ഫാമിംഗ് ബീസാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മൾ ഓൾ ഇന്ത്യ കളക്ഷൻ ആണിത്. മോണോഫ്ലോറിൽ നിറയെ ഹണി കളക്ട് ചെയ്യുന്നത് എല്ലാം ഈ മെല്ലിഫ്രൈച്ചാണ് കളക്ട് ചെയ്യുന്നത്. നമ്മോട് ഇണക്കമുള്ള ഇറ്റാലിയൻ ബീസിലാണ് ഇവർ.
മൂന്നാമത് ടെട്രാഗോണല ഇരിഡിപ്പെൻഡിസ് എന്ന് പറഞ്ഞാൽ ചെറുതേനീച്ച, കിങ് ഓഫ് ആണ് ചെറുതേൻ. ചെറുതേൻ നമുക്ക് എല്ലാ മെഡിസിൻ പർപ്പസ് യൂസ് ചെയ്യാം. സംസാര ശേഷിയില്ലാത്ത മക്കൾക്ക് വയമ്പത്തേന് കൊടുക്കാം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, വൈറൽ ഫീവർ വരാതിരിക്കാൻ, ആസ്മ അലർജി വരാതിരിക്കാൻ, വന്ന ആസ്മ മാറ്റിയെടുക്കാനായി നമുക്ക് കഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ ചെറുതേനും 3 തുള്ളി കരിഞ്ചീരക ഓയിലും ഒരു പിഞ്ച് നാടൻ മഞ്ഞപ്പൊടിക്കും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. കരിഞ്ചീരക ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പിള്ളേർക്കാണ് അവരുടെ ഏജിനനുസരിച്ച് ഒരു 5 വയസ്സിന് മേലെ 2 തുള്ളി, 10 വയസ്സിന് മേലെ ഒക്കെ 3 തുള്ളിയൊക്കെ നമുക്ക് കൊടുക്കാം. പ്രഗ്നൻസിലേക്ക് മാത്രമേ കരിഞ്ചീരക കഴിക്കാൻ പാടില്ലാത്തുള്ളൂ. നാലാമത് ഡോർസാറ്റ് ആണ് ബിൽഡിങ്ങിന്റെ മേലെ മരത്തിന്റെ കൊമ്പിലേക്ക് ആനച്ചേ പോലെ സിംഗിൾ ലെയർ ആയിട്ട് കൊടുക്കുന്ന പെരുന്തേനീച്ച, മലന്തേനീച്ച എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. വൈൽഡ് ബീസ് ആണ്, അതുപോലെ ഡേഞ്ചറസ് ബീസ്. 1 ടൈം 3-4 പീസസ് ഒരാൾ കുത്തിയാല് മരണം വരെ സംഭവിക്കാൻ സാധ്യതയാണ്. ഹണിയുടെ ബെനിഫിറ്റ് നമ്മൾ എന്ത് കഴിക്കുന്നോ ഡബിൾ എഫക്റ്റ്, വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ചെനക്കാണ് യൂസ് ചെയ്യാം. എങ്ങനെ കഴിക്കാന്നുള്ളത് ഹണി ടേസ്റ്റീസ് അത് പരിചയപ്പെടുത്തുന്നുണ്ട്. ലാസ്റ്റ് വൺ എബിസ് ഫ്ലോറിയ, കോൽ തേനീച്ച എന്ന് പറയും. കോല്, പൈപ്പ്, വയറിലൊക്കെ ചെറിയ ചെറിയ കൂടുന്നേനീച്ച. ഇതൊരു റയർ ഐറ്റംസ് ആണ്. കിട്ടുന്നതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ സുക്രോസ് ലെവൽ ഏറ്റവും കുറവായിരിക്കും. ഇങ്ങനെ 5 ടൈപ്പ് തേനീച്ചലാണ് ഇന്ത്യയിലെ ഹണി സേവ് ചെയ്യുന്ന ബിസിനസ്. തേനീച്ചയുടെ മുഖത്തിന് രൂപാതെ തേനീച്ചകൾക്ക് 5 കണ്ണുകളാണ്. 2 സൈഡിൽ വലിയ 2 കോമ്പൗണ്ടൈസസ് ഉണ്ട്, നെറ്റിയില് 3 സിമ്പിളൈസസും ഉണ്ട്. ഈ സിമ്പിളൈസസിന്റെ മറ്റൊരു പേരാണ് ഒസല്ലിയൈസസ് എന്ന് വിളിക്കുക. ഇങ്ങനെ 5 കണ്ണുകളാണ് തേനീച്ചകൾക്ക്. 2 കോമ്പൗണ്ടൈസസിലും മൾട്ടിപ്പിൾ ലെൻസസ് ഉണ്ട്, ഒരുപാട് ലെൻസസ് ആണ്. അതുകൊണ്ടാണ് തേനീച്ചലെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ ഒരു തേനീച്ചക്കൂട്ടിലൂടെ നമ്മൾ കല്ലെറിയാണ്, നമ്മൾ എവിടെ പോയാലും തേനീച്ച നമ്മൾ ഓടിച്ചു കുത്താറില്ലേ? ഇതിന്നോ അതിന് കാരണമാണ് 2 മൾട്ടിപ്പിൾ ലെൻസ് ആണ് 2 കണ്ണിൽ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന 3 സിമ്പിൾ ലെൻസ്. ഇങ്ങനെ 5 കണ്ണുകളാണ് അവർക്കുള്ളത്. എവിടെ വിളിച്ചാലും നമ്മൾ കണ്ണിരിക്കും. ഇനി അറിയരുത് കേട്ടോ. തേനീച്ചക്കൂട്ടിൽ 3 തരം തേനീച്ചകളാണ്. റാണിയുണ്ട്, പെൺതേനീച്ചകളുണ്ട്, ആൺതേനീച്ചകളുണ്ട്. ഇവരുടെ വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ 2 പീസിലെ അപേക്ഷിച്ച് റാണിക്ക് നല്ല വലുപ്പമായിരിക്കും, നല്ല സൗന്ദര്യമാണ് റാണിക്ക് ഉണ്ടാവുക. പെൺതേനീച്ചകളുടെ ഹെഡ് ചെറുതായിരിക്കും, വിങ്സ് വലുതായിട്ട് അവനുണ്ടാവും. ആൺതേനീച്ചയുടെ ഹെഡ് വലുതായിരിക്കും, സ്ലിം ബോഡി, ഒരേ ബോഡി അവനുണ്ടാവും. റീപ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റി റാണിക്ക പെർ ഡേ 1000 മുതൽ 2000-ഓളം കൂട്ടിലും മുട്ടയിടാൻ കഴിവുള്ള ആൾക്ക് റാണിയാണ്. ആ കൂട് നിയന്ത്രിക്കുന്നവർക്ക് റാണിയായിരുന്നു. അതുപോലെ കൂട്ടിൽ എല്ലാ ജോലിയും ചെയ്ത പെൺതേനീച്ചലാണ്. അപ്പൊ അവരെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വർക്കർ ബീസിൽ. കൂട് ഉണ്ടാക്കാറുണ്ട്, കൂട് വൃത്തിയാക്കുന്നത്, ഫുഡ് കളക്ട് ചെയ്യുന്നത്, ഡോക്ടേഴ്സ്, നേഴ്സസ്, ക്യാമ്പിന് മുമ്പ് സോൾജേഴ്സ്, നമ്മളെ കുത്തുന്നതൊക്കെ പെൺതേനീച്ചലാണ്. ആൺതേനീച്ച പരിചയപ്പെടുന്ന സമയത്ത് ചില ആളുകൾ ലേസികൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. മടിയന്മാരാണ്, അവർ റാണിയുമായി വെയിറ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനും മാത്രമുള്ളതെന്ന് പറയാം. പക്ഷെ അങ്ങനെ വിളിക്കാൻ പാടില്ല. തേനീച്ചക്കൂട്ടിൽ നമ്മൾ രാജാവിനെ പരിചയപ്പെടാറില്ല. തേനീച്ചക്കൂട്ടിൽ രാജാവില്ല, കാരണം അവിടെ മീറ്റിങ്ങിനാണ്. റാണിയുമായി മേറ്റ് ചെയ്ത എല്ലാ ആൺതേനീച്ചലും അവർ ഓർഗൻസിലെ പൊട്ടി പിന്നെ അവർ മരിച്ചു ചെയ്യുന്നത്. അതുകൊണ്ടാണ് തേനീച്ചക്കൂട്ടിൽ രാജാവില്ലാത്തത്. അപ്പൊ താൻ മേറ്റ് ചെയ്ത് ഞാൻ മരിക്കുന്ന അറിഞ്ഞിട്ടാണ് അവര് മേറ്റിങ്ങിന് ഇറങ്ങുന്നത്. അപ്പൊ അവര് വരും തലമുറയെ പ്രൊഡ്യൂസ് അവർ ത്യാഗം ചെയ്യാൻ, അവർ ത്യാഗിയാണ് ലേസികളെല്ലാം. ഈ മേറ്റിൽ നടക്കുന്ന ആകാശത്ത് വെച്ചാണ്, അങ്ങനെ ഹൈറ്റിൽ പറന്നു പോവാ. അതുകൊണ്ട് 2 കാര്യം, കൂട്ടിൽ നിന്ന് റാണി മേറ്റിയാണെങ്കിൽ താൻ ഇട്ട മുട്ടയിൽ നിന്ന് വിരിഞ്ഞ മക്കളുമായി മേറ്റ് ചെയ്യണം, അത് അവൾ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത് ഹൈറ്റിൽ പറന്നു പോകുന്ന സമയത്ത് കരുത്തുള്ളവരെ തെരഞ്ഞെടുക്കാം. അതായത് അവളെ ചേസ് ചെയ്ത് പിടിക്കുന്നവർക്ക് മേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ യാത്രയിൽ തന്നെ 10 മുതൽ 28ഓളം പീസുമാണ് റാണി മേറ്റിൽ ഏർപ്പെടുന്ന. ഈ 2000-ഓളം മുട്ട ഡെയിലി ഇടുന്ന അത്രയും സ്പേം അവൾ കളക്ട് ചെയ്തിരിക്കും. ഈ വെയിറ്റിംഗ് സമയം കഴിഞ്ഞ് അടുത്ത അവർ മരിച്ചു വീഴുകയും ചെയ്യും. അതുപോലെ ഈ റാണിയെ ചേസ് ചെയ്ത് പിടിക്കുന്നവരായതുകൊണ്ട് ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡ്രോൺ പീസസ്, നമ്മൾ അവരെ വിളിക്കാറുണ്ട്. അതുപോലെ സാധാ പീസിലെ ഫുഡിന്റെ പേരാണ് ബീ ബ്രെഡ്. പൂമ്പൊടിയും തേനും വെള്ളം കലർന്ന ഫുഡാണ് ബീ ബ്രെഡ്. റാണിയുടെ ഫുഡിന്റെ പേര് ഡിഫറെന്റ് ആണ്, റോയൽ ജില്ല ആണ്. റോയൽ ജില്ലയെ കുറിച്ച് ആന്റി നമുക്ക് യൂസ് ചെയ്യാം, സപ്ലിമെന്ററി ഫുഡാണ്. അപ്പൊ എന്താണ് റോയൽ ജില്ല, എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് 3rd റൂമിൽ പരിചയപ്പെടുന്നത് ആവുന്നുണ്ട്. 3 കാനുകൾ കൊണ്ട് തേനുകൾ ക്രിസ്റ്റൽ ആവും. എല്ലാ തേനും കട്ട പിടിക്കൂല, 3 കാനുകൾ കൊണ്ട് മാത്രം. ഒന്ന് തണുപ്പ് നല്ല കൂടുതലുള്ള ക്ലൈമറ്റിലാണ് ക്രിസ്റ്റൽ ആവും. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഇതിന്റെ കണ്ണിന്റെ കൂടുതലും ബീ പോളൻ, പൂമ്പൊടിയ വേരിയേഷൻ അനുസരിച്ചൊക്കെ തേനുകൾ കട്ട പിടിക്കുന്നത്. അപ്പൊ കട്ട പിടിച്ച തേൻ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. അത് മെൽറ്റ് ചെയ്യിക്കണമെങ്കിൽ ഒന്നിലേക്ക് വെയിലത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ബോട്ടിൽ ഇറക്കിച്ചാലൊക്കെ തേൻ മെൽറ്റ് ആക്കാം. ഈ കാണുന്നതൊക്കെ ചെറുതേനുകളാണ്. ഇത് ഇയർലി കാണിക്കുന്ന ഡിഫറൻസ് ആണ്. അതായത് തേൻ പഴക്കം ചെല്ലുന്നതോറും ഹണിയുടെ ഡാർക്ക് ഒക്കെ കൂടിക്കൂടി വരും. ചില ആളുകൾ കറുത്ത നിറാകുന്ന സമയത്ത് ഹണി കളയാറുണ്ട്, നാശിക്കുന്നതിനാണ്. കളയേണ്ട യാതൊരു ആവശ്യമില്ല. പുതിയ തേനിക്കാട്ടി ബെസ്റ്റ് തേന് പഴയ തേന്, വീര്യം കൂടുതലും ഗുണം കൂടുതലൊക്കെ പഴയ തേന്. മെഡിസിൻ പർപ്പസ് ബെസ്റ്റ് ആണ് പഴയ തേൻ. അപ്പൊ ഹണിക്ക് എക്സ്പയർ ഇല്ല എന്നർത്ഥം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എല്ലാ ബോട്ടിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്, 1.5 years നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഫുഡ് ആൻഡ് സേഫ്റ്റി റൂളാണ്. ഫുഡ് പ്രൊഡക്റ്റ് വിൽക്കണം. ഹണി എന്നല്ല, എല്ലാ ഫുഡ് പ്രൊഡക്റ്റും നമ്മൾ എക്സ്പയറി കൊടുക്കുക, നമ്മൾ കൊടുക്കുന്നത്. ഹണി എപ്പോഴാണ് നാശമാണ്, അതാണ് അതിന് എക്സ്പയറി. അതുപോലെ പൂക്കളുടെ വ്യത്യാസത്തിൽ, ബീസിലെ വ്യത്യാസത്തിൽ, സ്ഥലത്തിനനുസരിച്ച് ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചും ഹണിയുടെ ടേസ്റ്റ്, ബെനിഫിറ്റ്സ്, കളേഴ്സ് ഒക്കെ അത് ഡിഫറെന്റ് ആവും. ഇപ്പൊ കാഞ്ഞിരം, ഒന്നാം ഇതൊക്കെ പൂക്കുന്ന സീസണിൽ തേനീച്ചൽ ആ നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതിന് കയ്പുണ്ടാവും. വാളംപുളി പൂക്കുന്ന സീസണിലോ പുളിപ്പുള്ള തേനെ കിട്ടാം. ബീസ് ചെയ്ത് നെക്റ്റാ കളക്ട് അതിനനുസരിച്ച് മാറും.
ഇതാണ് ബി വാക്സിനെ പ്രൊഡക്റ്റ്, തേനീച്ചയുടെ മെഴുകി. ഇതൊക്കെ ബീസുകൾ തന്നെ അവരെ ബോഡിയിൽ നിന്ന് വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥി ഉണ്ട്, അതിന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഴുക. അതുപോലെ തേനീച്ചക്കൂട് ബി ഹൈവ്, ഇവർ ഈ ഹൈവ് ഉണ്ടാക്കുന്ന മെഴുക വെച്ചാണ്. അതുപോലെ പ്രപ്പോളിഷ് ചെയ്തൊരു ഗമ്മും അവർ മേക്ക് ചെയ്യുന്നത്, അവർ കൂടുതൽ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പശ. അതിലേക്ക് അവർ ഇത്ര വാക്സ് ആഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ട്രീ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ബി വാക്സിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാ? കാലിലെ മടമ്പ് കൊടുത്ത് യൂസ് ചെയ്യാം, ലിപ്സ് കൊടുത്ത് യൂസ് ചെയ്യാം, ലിപ് ബാമായി യൂസ് ചെയ്യാം, ഡ്രൈ സ്കിന്നിന് ഓൾ ബോഡി അപ്ലൈ ചെയ്യാം, അൺഡ്രാംസ് ബ്ലാക്ക് ലെസ്, അൺഡ്രൈയിലെ ബ്ലാക്ക് ലെസ്, ഹാഫ് ടിഷ്യൂ യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ട് ഈ സോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, കാൻഡിൽസുകൾ ഉണ്ടാക്കാം. കാർപ്പന്റേഴ്സ് ആണ് ഇതുകൊണ്ട് ഹോൾ ഫിൽ ചെയ്യാനും അവരുടെ സ്ക്രൂ സ്മൂത്ത് ആകാനൊക്കെ ഇത്തരം മെഴുക അവരും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്, പേര് കാൾ വോൺ ഫിഷ് ആണ്, ഓസ്ട്രിയനാണ്. 1973 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. തിയറിയാണ് ബീസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മളൊക്കെ സംസാരത്തോടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തേനീച്ചകളൊക്കെ ഡാൻസിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാ ജോലിക്കും തേനീച്ചകൾ ഡാൻസ് ചെയ്യും. ഒരു തേനീച്ചകൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി തേനീച്ചക്കാർക്ക് മനസ്സിലാവും അത് ഇന്ന ജോലിക്കാന്നുള്ളത്. നല്ല തേനാണോ ചീത്ത തേനാണോ, ഇത്ര ദൂരം പോയി നല്ല തേൻ കളക്ട് ചെയ്യാം, കൂട് വൃത്തിയാക്കാനൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഡാൻസുകൾ കളിക്കാം. ഒരിക്കലും വെച്ചിട്ട് ബാക്കിൽ ഡാൻസ് ഈ ഡാൻസിനാണ് ഞാൻ അപ്പുറത്ത് കിട്ടാം. അപ്പൊ അതിൽ അവള് എക്സ്പെർട്ട് ആകുന്ന സമയത്ത് അവ കിട്ടുന്ന ഒരു ജോലിക്കയറ്റം, അവരാണ് ടെസ്റ്റ് ഓഫ് ബീസിൽ. അവരാണ് കൂട്ടിൽ നിന്ന് ആദ്യം പോകുന്നത്. തേനെടുക്കാനില്ല, തേനുകൾ നോക്കി വെക്കും, അതിൽ തേനുകൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ബെസ്റ്റ് തേൻ അവർ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യും. എന്താ ടെസ്റ്റ് ചെയ്യും? കഴിച്ച് കുറച്ച് സമയം അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ടാ, തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവര് വിളിക്കുന്ന മറ്റൊരു പേരാണ് ചാവേറുകൾ, നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൂട്ടിൽ വന്ന് മറ്റു പീസുകൾക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാ സൂര്യൻ നേരെ തിരിഞ്ഞ് ലൊക്കേഷൻ ഏത് ഭാഗത്താ അങ്ങനെ ലംബമായി തിരിഞ്ഞ് കളിക്കുന്ന ഡാൻസാണ്. ഓരോ വേവ്സിനെ സൂചിപ്പിക്കുന്ന 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. മാക്സിമം 5 കിലോമീറ്ററോളം തിരിച്ച് തേൻ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത്രയും പോയിട്ടുള്ള പൂന്തോട്ടാണ് ഇങ്ങനെ ഡാൻസ് കളിക്കും. ആ ഫാമിൽ എത്ര ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്, അതിന്റെ കളേഴ്സ് അറിയിക്കുന്ന. ഇനി 1 കിലോമീറ്റർ ഉള്ളിൽ ഏകദേശം കൂടുന്ന പരിസരത്തേക്ക് പൂന്തോട്ടാണെങ്കിൽ 8 ആംഗിൾ അവർ ഡാൻസ് കളിക്കുന്നത്. 3 റൗണ്ടിലെ ഡാൻസ് ആയിട്ട് തിരിച്ച് റോട്ടേറ്റ് ഡാൻസ്, എത്രത്തോളം നെക്ടർ കിട്ടുന്നുണ്ട് അതും അവർ അറിയിക്കുന്നുണ്ട്. എങ്ങനെയാ? തേനീച്ചുള്ള ബാഗ് സറിച്ച് നല്ല വൈബ്രേറ്റ് ചെയ്താണ് ഈ ഡാൻസ് കളിക്കുന്നെങ്കിൽ ആ ഫാമിൽ നിന്ന് ഒരുപാട് നെക്ടേഴ്സ് അവർ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ്. ഇതിന്റെ സ്പീഡ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം കിട്ടുന്ന ക്വാണ്ടിറ്റി കുറച്ചാണ് അവർ കണക്കാക്കുന്നത്. എന്നിട്ട് തേനീച്ചക്കൂട്ടിൽ എല്ലാ തേനീച്ച തേൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് പോകുന്നില്ല. അവർക്കറിയാം ഇത്ര ബീസ് മാത്രം പോയാൽ നല്ല ആ കണക്ക് വരെ അവർക്ക് ഈ ഡാൻസുകൾ അവർ അറിയിക്കുന്നതാണ്. തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സിലെ പരിചയപ്പെടാച്ചത്. ഹണി കിട്ടാറുണ്ട് അല്ലെ, നമ്മൾ ഡീറ്റെയിൽ പറയുന്നുണ്ട്. എട്ടോളം തേൻ ടേസ്റ്റ് ചെയ്യാം, എവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ബെനിഫിറ്റ് പറയാം. ബി പോളൻ, പൂമ്പൊടിയാണ്. 100 ഗ്രാമിൽ 28 ഗ്രാമും നാച്ചുറൽ പ്രോട്ടീൻ ആണ്. സൈഡ് എഫക്റ്റോ കൊളസ്ട്രോളോ ഒന്നുമില്ലാത്ത വെജിറ്റബിൾ പ്രോട്ടീൻ, ബെസ്റ്റ് എനർജി ആണ്. പക്ഷെ ആസ്മ ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ കഴിക്കാൻ പാടില്ല. 3ാമത് റോയൽ ജെല്ലി. കേട്ടോ റോയൽ ജെല്ലിയെ കുറിച്ച്? സാധാ ബീസിൽ ബീ ബ്രെഡ് ഫുഡ് കഴിക്കും. ഈ പൂമ്പൊടിയും തേനും വെള്ളം കലർന്ന ഫുഡാണ് ബീ ബ്രെഡ്. റാണിയുടെ ഫുഡാണ് റോയൽ ജെല്ലി. റോയൽ ജെല്ലി എന്താന്ന് വെച്ചാൽ പെൺ തേനീച്ചകളെ അവര് ജനിച്ചത് മുതൽ അവരുടെ ത്രോട്ടില് ഹെഡിലൊക്കെ ബീസ് മിൽക്കാണ് പ്രൊഡക്റ്റ് ഇങ്ങനെ മെൽറ്റ് ആയിരുന്നു. അതായത് തലച്ചോറിൽ നിന്ന് ഊർന്ന ഒരു ജെല്ലി. അതൊക്കെ അവർ റാണിഷിലാണ് സ്റ്റോർ ചെയ്തത്. കാരണം റാണിക്ക് ഈ ഒരു ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇതിന്റെ ബെനിഫിറ്റ് എന്താ അറിയോ? സാധാ ബീസിൽ ആയുസാണ് 1.5 മാസം മുതൽ 5 മാസമാണ്. അത് മാക്സിമം ആയുസ് 5 മാസമാണ് സാധാ ബീസിൽ. റാണിയുടെ ആയുസോ ഈ റോയൽ ജെല്ലി കഴിച്ചുള്ള റാണി 3 മുതൽ 5 വർഷം വരെ ജീവിക്കുന്നുണ്ട്. ബാക്കി ബീസിലെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല വലുപ്പമുണ്ട്, നല്ല സൗന്ദര്യമാണ് റാണിക്ക്. അപ്പൊ നമ്മൾ ഹണി കളക്ട് ചെയ്യാണ്, നമ്മൾ സ്മോക്ക് ചെയ്യും. പുകക്കാണെങ്കിൽ പുക ശ്വസിച്ച ബീസിലൊക്കെ മയങ്ങി വീഴും, അല്ലാത്ത ബീസിൽ പേടിച്ച് പാറി കഴിച്ചല്ലോ. ഇനി അങ്ങനെ പാറാത്ത മയങ്ങാത്ത കളർ റാണിയാണ്. പുക നല്ല തീയിട്ടാലും നിങ്ങളുടെ നമ്മളൊക്കെ നമ്മൾ മാറി വരും. കാരണം നമുക്ക് സ്ട്രെങ്ത് കൊടുക്കാം. ഡെയിലി 2000-ഓളം കൂടുതൽ മുട്ടണെങ്കിൽ റാണിക്കാവുന്നതാണ്. അതിനും കൂടി കാരണമാണ് ഈ റോയൽ ജെല്ലി. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാം. അതുപോലെ നമ്മുടെ യുവത്വം നിലനിർത്താൻ. നമ്മൾ 50, 60, 70 വയസ്സിൽ യങ്ങായിരുന്നു. സെലിബ്രിറ്റികളൊക്കെ യൂസ് ചെയ്യാനുള്ള ഫുഡാണ്. വേൾഡിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് റോയൽ ജെല്ലി. അതുപോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഇല്ലാതാക്കാം. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്, എനർജി കൂട്ടാൻ എല്ലാത്തിനും ബെസ്റ്റ് ആണ്. അത് നമ്മുടെ ബോഡിയിലൊക്കെ അറിയാതെ ക്യാൻസർ സെല്ലൊക്കെ വളരെ നശിപ്പിക്കലൊക്കെ വരെ ഈ റോയൽ ജെല്ലിക്കുന്ന ബെസ്റ്റ് സപ്ലിമെന്റ് ഫുഡാണ് റോയൽ ജെല്ലി. കഴിക്കാൻ പാടില്ലാത്ത ആസ്മ പേഷ്യന്റാണ്. കഴിക്കുന്ന അളവ് 20 ഗ്രാം റോയൽ ജെല്ലി 300 ഗ്രാം സിദ്ധറാണി. അതാണ് ഒരു മാസത്തേക്ക് 320 ഗ്രാം മാത്രം. അപ്പൊ ഡെയിലി 10 ഗ്രാം വെച്ച് കഴിക്കാം. 10 ഗ്രാമിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. പിള്ളേർക്ക് കൊടുക്കേണ്ട. 18 വയസ്സിന് മേലെ ആർക്കും കഴിക്കാം. ബെസ്റ്റ് 30-35 വയസ്സിന് മേലെ. വാക്സ് നമ്മൾ അവിടെ പരിചയപ്പെട്ടാണ്. പ്രപ്പോളിഷ് ബീ എന്ന് പറഞ്ഞാൽ മരത്തിലെ കറികള്, പൊടികള്, വാക്സ് ഒക്കെ ബീസിൽ അവർ സലൈവിൽ അവർ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നുണ്ട്. കൂടിന് ഹോള് ഗുണവട്ടിക്കാനും കൂടി ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടി. ഇപ്പൊ പാറപ്പൊത്തില്, ബിൽഡിങ്ങിന്റെ മേലെ, മരത്തിന്റെ കൊമ്പിലേക്ക് പറ്റിപ്പിടിച്ച് കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറ്റിപ്പിടിക്കാൻ വേണ്ടി തേനീച്ചൽ ഉപയോഗിക്കാറുള്ള ഒരു ഗം, ഒരു പശ. നമുക്കിത് ആന്റി ഫംഗൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ, ചൊറിച്ചിലൊക്കെ യൂസ് ചെയ്യാം. മുറിവിലൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊക്കെ മുറിയെ തുടങ്ങും. ലാസ്റ്റ് വൺ എപ്പിടോക്സിൻ ഡി വെനം. തേനീച്ചയെ കൊണ്ട് കുത്തിക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, എപ്പിതെറാപ്പി എന്ന് പറയാം. ഇത് എല്ലാ ബീസിനെ കൊണ്ടും പറ്റില്ല. ഇപ്പൊ ഡോർസാറ്റിയെ നമ്മൾ പരിചയപ്പെടുന്നത് ഡേഞ്ചറസ് ബീസ് എന്നാണ്, കുത്തിക്കാൻ പാടില്ല.
ചെറുതേനീച്ച പച്ചപ്പിൽ സ്റ്റിംഗ്ലെസ് ബീസ് അവർ കുത്തൂല്ല. മെല്ലിഫ്ര, സെറാനൈന്തിക്ക അങ്ങനത്തെ ഫാമി ബീസ് നമ്മൾ കുത്തിയാൽ ആ വെനം നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തോട്ടം പ്രോപ്പർ ഒക്കെ ഹെൽപ്പ് ചെയ്യും. നിലവിലെ ബ്ലോക്ക് ക്ലിയർ ആക്കാം. വെരിക്കോസ് വെയിനൊക്കെ നല്ലതാണ് ഈ ട്രീറ്റ്മെന്റ്. എങ്ങനെ? നമ്മുടെ ബോഡി ചെക്കപ്പ് ക്ലിയർ ആണെങ്കിൽ മാത്രം. BP പേഷ്യന്റോ അലർജി പേഷ്യന്റോ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ഡേഞ്ചർ സ്റ്റേജിലൊക്കെ സാധ്യതയുള്ള ട്രീറ്റ്മെന്റ് എപ്പിതെറാപ്പി, അതും പഴയ കാലത്തെ ട്രീറ്റ്മെന്റ് ആണ്. ഇന്ത്യയിൽ ലീഗലി ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കാത്ത ചില ആളുകൾക്ക് ചെയ്യുന്നതൊക്കെ അല്ലേ, കേൾക്കാറില്ല, തെരിച്ചുകൊണ്ട് അതൊക്കെ ഇല്ലീഗൽ ആയിട്ടാണ്. ലീഗലി ഇന്ത്യയിൽ ചെയ്യാൻ പാടുന്ന ട്രീറ്റ്മെന്റ് ആണ്. അണികൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പൂണ് മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ എടുത്തോളാം. ഒരു സ്പൂൺ വെച്ചു ഞാൻ ലാസ്റ്റ്. പഞ്ചസാരയിൽ 5% 5-ൽ കൂടുതലാണ് തേന കൊടുക്കാൻ പാടില്ല. അപ്പോ 5-ൽ കൂടുതൽ തേന കൊടുക്കാൻ പാടില്ല. എത്രത്തോളം കുറയുന്നു അത്രത്തോളം ക്വാളിറ്റി കൂടുതൽ ചെയ്യാം. ഈ തേനൊക്കെ 0.1 കാണപ്പെടാറുള്ളൂ. നമുക്ക് ഡയബറ്റീസ് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാം. പ്രഗ്നൻസി ലേഡി, യൂറിൻ ഇൻഫെക്ഷൻ, നമുക്ക് ചെറിയ മക്കൾക്ക് ലിവർ സിറോസിസ്, സ്റ്റൊമക് അൾസർ നല്ലതാണ്. ഇന്ത്യക്കിടയിൽ പ്രീമിയം എന്നറിയപ്പെടുന്ന ഇതാണ്. ഇളങ്കപ്പഴം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ജോജോഫ, ആ ഫ്രൂട്ട് പൂക്കുന്ന സ്ഥലത്ത് കാശ്മീരാണ് കളിക്കുന്നത്. വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ് സക്കരംശം ബ്ലാക്ക് ഫോറസ്റ്റ്. അവിടെ വാങ്ങിക്കൂ. തടി വെക്കണമെങ്കിൽ നാളെ പാലത്തിൽ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചൂടുള്ള പാലിൽ അതിന്റെ ആവശ്യം. അപ്പൊ തടി വെക്കണമെങ്കിൽ ഒരു ഗ്ലാസ് നാടൻ പാലിൽ ചൂടുള്ള പാലിൽ 2 സ്പൂൺ നാടൻ പാല് ഇളം ചൂടുള്ള പാല് ടേബിൾ സ്പൂൺ മിക്സ് ചെയ്യുക. രാത്രി ഭക്ഷണം കഴിച്ച് കളിക്കുന്നതിന് മുമ്പ് കഴിച്ച് തടി വെക്കാൻ പറ്റും. കുറക്കണമെങ്കിൽ രാവിലെ എഴുന്നേക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. നമ്മുടെ വെള്ളം കുടിക്കാം. പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ തേനും 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗറും 1 പിഞ്ച് നാടൻ മഞ്ഞപ്പൊടി മിക്സ് ചെയ്യാം. അത് കഴിക്കാം. ഒന്നും കഴിക്കും. വയനാട് നാടൻ തേനാണ് പഠിക്കുന്ന പിള്ളേർക്ക് നല്ല ഇതേ ഹണിയിൽ ഗാർലിക് ആഡ് ചെയ്യുന്നതാണ്. ആഡ് ചെയ്യുന്നത് ബാക്കിയെല്ലാം നാച്ചുറൽ ചെയ്യുന്നതാണ്. നമ്മൾ 41 ദിവസം വെളുത്തുള്ളി ഇട്ടൊക്കെ ചെയ്യുന്നത്. വയനാട് പോസ്റ്റിൽ വെളുത്തുള്ളി ഇട്ടതും പിന്നെ നമ്മൾ പ്രോസസ് ചെയ്ത് കളയ്ക്കുന്ന ബാഡ് കൊളസ്ട്രോൾ കുറക്കാനും ഹാർട്ട് പ്രഷറിന് നല്ലതാണ് ഈ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. ഇല്ല എനിക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. सुबह उठ के खाली पेट में കഴിച്ചിട്ടുണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞ എല്ലാത്തിനും കഴിച്ചു നോക്കിയാൽ മനസ്സിലാവില്ല.
വെറ്റില തുളസി പൂക്കുന്ന സീസണിൽ കളിക്കണം. വെറ്റില വെറ്റില गैस एसिडिटी के लिए राजस्थान का कोटा से करता है अजवाइन ലിച്ചി അത് ബീഹാർ ലിച്ചി പോലെ ലിച്ചി കഴിക്കുന്നത് നമുക്ക് ഈ മധുരം കൂടുതലും നല്ല മധുരം നമ്മുടെ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാം. തെറ്റായ സെൽസിനെ ലിച്ചി കാണിക്കാം. Why not forest? इधर का forest में तो आधा से ज्यादा इधर हेल्थ प्लांट है, इसलिए ज्यादा मेडिसिन के लिए यूज करते हैं. फेस पे लगाने का, बॉडी पे लगाने का, जो अपना फेस का मास्क आता है, पिंपल्स आता है, ड्राइनेस आता है, पिंपल्स आता है, तो यूज किया स्कूल पर रस्ता पर डालिए, पानी सब उधर बैग्स वगैरह അങ്ങനെ തേനീച്ചകൾ എന്ന അത്ഭുത ജീവിയെപ്പറ്റി പഠിച്ചതിന് ശേഷം നാം നമ്മുടെ യാത്ര തുടരുകയാണ്.